أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اتخذوا أيمانهم جنة فصدوا عن سبيل الله فلهم عذاب مهين لن تغني عنهم أموالهم ولا أولادهم من الله شيئا أولئك أصحاب النار هم فيها خالدون يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم ويحسبون أنهم على شيء ألا إنهم هم الكاذبون استحوذ عليهم الشيطان فأنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون إن الذين يحادون الله ورسوله أولئك في الأذلين كتب الله لأغلبن أنا ورسلي إن الله قوي عزيز لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباؤهم أو أبناؤهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون صدق الله العلي العظيم. അപ്പോൾ ഈ സൂറത്തിന്റെ ബാക്കി മുഴുവൻ നമ്മൾ അങ്ങോട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഏതായാലും കഴിഞ്ഞ ആഴ്ചത്തെ നമ്മൾ ചോദിക്കാത്തതുകൊണ്ട് ഈ ആഴ്ച ഇത്രയും 14 മുതൽ 22 വരെയുള്ള ആയത്തുകൾ പഠിക്കാം. അപ്പൊ അതോടുകൂടി ഈ സൂറത്ത് അങ്ങ് തീർക്കാമല്ലോ അല്ലെ? ഓക്കെ അല്ലേ? എട്ടായത്ത് പഠിക്കുന്നോണ്ട് വിഷമമില്ല? ഇല്ല. ബൈഹാർട്ട് പഠിക്കണ്ട. ബൈഹാർട്ട് പിന്നെ പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ ബാക്കി ആശയം പഠിക്കാം കേട്ടാ. ഓക്കെ, അപ്പോ 14 അല്ലല്ലോ, നമ്മളിപ്പോ 16 മുതൽ. അപ്പൊ 16 മുതൽ 22, അപ്പൊ 7 ആയത്ത് കേട്ടാ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ മുനാഫിക്കുകള്, കപട വിശ്വാസികള്, അവര് പിന്നെ ജൂതന്മാരായിട്ടുള്ള അള്ളാഹു കോപിച്ചവർന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ആ കോപത്തിന്റെ, അള്ളാഹിന്റെ കോപത്തിനിരയായ എല്ലാവരെയും അവര് എന്താക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇസ്ലാമിന്റെ പ്രകട ശത്രുക്കൾ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടാ. അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവർ എന്ന് പറയുമ്പോൾ ജൂതന്മാരെന്ന് മാത്രം പറയണ്ട, ഇസ്ലാമിന്റെ പ്രകടമായ ശത്രുക്കള്, വളരെ വ്യക്തമായി തന്നെ ഇസ്ലാമിന് എതിരെ നിന്ന ആളുകൾ, അവരെ മിത്രങ്ങളാക്കി, ഉറ്റ മിത്രങ്ങളാക്കിയവരാണ് ആര്? ഈ കപട വിശ്വാസികൾ. അവരെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവർ കള്ളസത്യം ചെയ്യുന്നു, അവരറിഞ്ഞുകൊണ്ട് തന്നെ കള്ളസത്യം ചെയ്യുന്നു, അവർക്ക് അള്ളാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്, അവർ പ്രവർത്തിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ്. എന്നിട്ട് പറയണ് ഇത്തഖദു ഐമാനഹും ജുന്നതൻ, അവരുടെ സത്യത്തെ, ഐമാൻ എന്ന് പറഞ്ഞാൽ യമീനിന്റെ ജമ്മാണ് ഐമാന്, സത്യങ്ങൾ. യമീൻ എന്ന് പറഞ്ഞാൽ എന്താ? യമീൻ വലത്തെ കൈക്ക് പറയും, അല്ലെങ്കിൽ വലതു ഭാഗത്തിന് പറയും മൊത്തത്തില്. പക്ഷെ ഇവിടെ യമീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യം, അതിന്റെ ജമ്മാണ് ഐമാന്. അവരുടെ സത്യങ്ങളെ അവർ ഒരു പരിചയാക്കി മാറ്റി. ജുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഷീൽഡ്, പരിച. മലയാളത്തിൽ പരിച എന്ന് പറയും. ഷീൽഡ് ഇല്ലേ, പണ്ടൊക്കെ യുദ്ധത്തിന് ഈ കളരിയൊക്കെ, ഇന്നിപ്പോ നമ്മളത് കാണുന്നത് കളരി പ്രയോഗത്തിലാണ് അല്ലെ? ഈ വാളുകൊണ്ട് ഉറുമി കൊണ്ടൊക്കെ വെട്ടുമ്പോ അതിനെ തടുക്കുന്ന ആ സംഗതിയില്ലേ, ഷീൽഡ്, അതിനാണ് എന്ത് പറയാ? ജുന്നത്ത് എന്ന് പറയാ കേട്ടോ. അപ്പോൾ അവർ അവരുടെ സത്യങ്ങളെ, അവരുടെ സത്യത്തെ ഒരു പരിചയാക്കി മാറ്റിയിരിക്കുന്നു.
എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാല്, അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു എന്നവർ സത്യം ചെയ്ത് പറയുന്നുണ്ടല്ലോ. കപട വിശ്വാസികളുടെ സ്വഭാവം എന്താ? അവര് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ സഫിലുണ്ടാവും, നമസ്കാരത്തിന്റെ ഒന്നാമത്തെ സഫിലുണ്ട്. സുബഹിക്ക് അടക്കം ഉണ്ടാവും. ചിലപ്പോഴൊക്കെ സുബഹിയും അസുറും ഒക്കെ അവർക്ക് ഭാരമാണെന്ന് പറയുമെങ്കിലും മൊത്തം മുസ്ലിം സമൂഹത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അവര് എല്ലാ നമസ്കാരങ്ങളിലും ഒന്നാമത്തെ സഫിലുണ്ടാവും അവര്. എന്നല്ല, അവര് ആവർത്തിച്ച് പറയും എന്ത്? ഞങ്ങൾ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ ആവർത്തിച്ച് പറയും. എന്തിനാ പറയുന്നത്? അഥവാ ഞങ്ങളെങ്ങാനും മുസ്ലിങ്ങൾ സംശയിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അവരത് പറയും. എന്നിട്ട് ആ പറച്ചില് ശരിക്കും എന്താണ്? ഒരു സത്യമാണത്. ആ സത്യം ചെയ്യുന്നതിന് അവരൊരു പരിചയമാക്കിയിരിക്കുന്നു. എന്തിനാണ് അതൊരു പരിചയമാക്കിയത്? ഞങ്ങളെക്കുറിച്ച് വല്ല സംശയവും വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായാലോ എന്ന് പേടിച്ചിട്ടാണ് അവരത് പറയാ. ഇന്നും ഇപ്പൊ അങ്ങനെ കാണാൻ പറ്റും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളെ. അതായത് അവര് ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളുകൾ എന്ത് ചെയ്യും? അവരെ തള്ളിക്കളയും. അവരെ കപട നിഷേധികളായിട്ട്, സത്യനിഷേധികളായിട്ട് തള്ളിക്കളയും എന്നതുകൊണ്ട് അവർ പറയും ഞങ്ങള് പോയിട്ടില്ല, ഞങ്ങൾ വിശ്വാസത്തിന്റെ ആളുകൾ തന്നെയാണ് എന്ന് അവർ ഇടക്കിടക്ക് സത്യം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവരുടെ പ്രവർത്തനവും അവരുടെ വർത്തമാനവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത്? അവര് യഥാർത്ഥത്തിൽ ആരല്ല? വിശ്വാസികളല്ല എന്നുള്ളത്. അതാണ് ഇവിടെ ഈ പറയുന്നത് കേട്ടോ. അവരുടെ വിശ്വാസത്തെ, അവരുടെ സത്യത്തെ അവര് എന്താക്കിയിരിക്കുന്നു? ഒരു പരിചയമാക്കി മാറ്റിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ആ വിശ്വാസം ഉപയോഗിച്ചുകൊണ്ട് ഫസദ്ദു അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ആളുകളെ തടയുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ആളുകളെ തടയുന്നു. എങ്ങനെ തടയാ? കപട വിശ്വാസികളെ എങ്ങനെ തടഞ്ഞുകൊണ്ടിരുന്നത്? അതായത് ഇപ്പോ മുഹമ്മദ് പറഞ്ഞു കേട്ടില്ലേ, അവര് പറയണ വർത്താനം ഉണ്ടോ? ഞാൻ പറയണ റസൂലുള്ളാഹിനെ കുറിച്ച് അവര് മറ്റാളുകളുടെ മനസ്സിൽ സംശയം ഇട്ട് കൊടുക്കും. എന്തൊക്കെ സംശയം ഇട്ട് കൊടുക്കുക? ഇത് കണ്ട, യുദ്ധത്തിന് നിങ്ങളെ വിളിക്കുന്നു, വെറുതെ പോയി ചാവണോ? ബദർ കണ്ടില്ലേ, ഉഹുദ് കണ്ടില്ലേ, അവിടെയൊക്കെ പോയി വെറുതെ ചാവണോ? പിന്നെതാ മുഹമ്മദ് നിങ്ങളോട് പണം ചോദിക്കുന്നു, സദക്ക, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുക്കാനാണ് മുഹമ്മദ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും? ഇവരൊക്കെ അവരുടെ കൂട്ടത്തിൽ പെട്ടതല്ലേ? മുസ്ലിങ്ങൾ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ അവരുടെ മനസ്സിൽ സംശയമുണ്ട്. അപ്പൊ ഈ അടുത്ത് എനിക്ക് ഇത്തരം ചില അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമ്മളോട് ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവർ തന്നെ ഇതിൽ വിശ്വാസമില്ലാത്തവരാണല്ലോ എന്ന് പറയാറില്ലേ ചിലര്? നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവർ തന്നെ ഇതിൽ തമ്മിൽ തല്ലുന്നുണ്ടല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇതിൽ അടിയുറച്ച വിശ്വാസം ഇല്ലാത്തവരുണ്ടല്ലോ, പിന്നെ ഞങ്ങളെ നിങ്ങൾ ക്ഷണിക്കുമ്പോ ഞങ്ങൾ എന്തിനാ ഇതിൽ വിശ്വസിക്കണം എന്ന് ചോദിക്കുന്ന ആളുകളില്ലേ? ഉണ്ടോ? ഇല്ലേ? കേട്ടോ? അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവും അല്ലെ? എന്തുകൊണ്ടാ? അവര് പിന്നെ ഈ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ തന്നെയുള്ള അപസ്വരങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയാനുള്ള അതിനുള്ളൊരു വഴിയായിട്ട് അവർ വെച്ചു കൊടുക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ഫസദ്ദു അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ആളുകളെ തടയുന്നു. ഫലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. മുഹീൻ എന്ന് പറഞ്ഞാല് അഹാന യുഹീനു എന്ന് പറഞ്ഞാല് നിന്ദിച്ചു എന്നുണ്ട് അർത്ഥം. അഹാന യുഹീനു. ഫലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. പരലോകത്തെ കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്തത്, ലൻ തുഗ്നിയ അൻഹും അംവാലുഹും, അവരുടെ പണം അവർക്ക് ഉപകാരപ്പെടുകയില്ല. വല ഔലാദുഹും, അവരുടെ സന്താനങ്ങളും അവർക്ക് ഉപകാരപ്പെടുകയില്ല. മിനല്ലാഹി ഷൈഅൻ, അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അവരെ തടുക്കാൻ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ തടുക്കാൻ അവരുടെ പണമോ അവരുടെ സമ്പത്തോ അവർക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും ചെയ്യുകയില്ല കേട്ടാ. അഗ്ന യുഗ്നി എന്ന് പറഞ്ഞാൽ, അഗ്ന അൻഹു എന്ന് പറഞ്ഞാൽ അവർക്ക് ഗുണം ചെയ്യുക എന്നർത്ഥം, അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുക എന്നർത്ഥം. ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും, അവരുടെ പണമോ അവരുടെ സന്താനങ്ങളോ അള്ളാഹുവിൽ നിന്ന് അവർക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരവും ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തുന്ന ഒരു സന്ദർഭത്തിൽ
ഞങ്ങളുടെ പണം കൊടുത്തിട്ട് രക്ഷപ്പെടാം, ബാങ്ക് ബാലൻസ് ഞങ്ങൾക്ക് ഇത്ര ദുനിയാവിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സന്താനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ഒന്ന് കേണപേക്ഷിക്കാൻ അങ്ങനെ ചെയ്യും അല്ലെ. ഇപ്പൊ സൂറത്തുൽ മആരിജിലെ അള്ളാഹു അത് പറയുന്നുണ്ട്. യവദ്ദുൽ മുജ്രിമൂന, കുറ്റവാളികൾ ആഗ്രഹിച്ചു പോകും, ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി, മക്കളെ കൊടുത്തിട്ട്, മക്കളെ പ്രായശ്ചിത്തമായി കൊടുത്തിട്ട് അന്നത്തെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് അവർ ആഗ്രഹിച്ചു പോകും. സാഹിബത്തിഹി, അവരുടെ ഭാര്യനെ കൊടുത്തിട്ട്, അതല്ലെങ്കിൽ മറ്റു കൂട്ടുകുടുംബാദികളെ കൊടുത്തിട്ട്, മാതാപിതാക്കളെ കൊടുത്തിട്ട്, ആരെ കൊടുത്തിട്ടാണെങ്കിലും അന്നത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് കുറ്റവാളികൾ ആഗ്രഹിച്ചു പോകും എന്ന് സൂറത്തുൽ മആരിജിൽ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ മറ്റൊരർത്ഥത്തിൽ പറയുന്നത്. അവരുടെ സന്താനങ്ങളോ അവരുടെ സമ്പത്തോ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ യാതൊരു തരത്തിലുള്ള ഉപകാരവും ചെയ്യുകയില്ല അവർക്ക്. ഉലായിക അസ്ഹാബുന്നാർ, അവർ നരകാവകാശികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതവാസികളാണ്. ഖാലിദൂൻ എന്ന് പറഞ്ഞാൽ ഖലിദ എന്ന് പറഞ്ഞാൽ അവര് ഒരു സ്ഥലത്ത് സ്ഥിരമായി വസിക്കുക എന്നർത്ഥം. അതാണ് ഖാലിദ്. പേരില്ലേ, ഖാലിദ് എന്നുള്ള പേര് വന്നത് അങ്ങനെയാണ്, നിത്യമായി ജീവിക്കുന്ന ആളെന്നർത്ഥം. പക്ഷെ പേരിട്ടുകൊണ്ട് മാത്രം ഒരാൾ ജീവിച്ചോണമെന്നില്ല. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടാ. ഇവിടെ നരകത്തിൽ അവർ സ്ഥിരമായി വസിക്കുന്നവരാണ് എന്നർത്ഥം. ഇനി യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ, അല്ലാഹു അവരെ മുഴുവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം. ബഅസ യബ്അസു എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് ബഅസക്ക്. ഒന്ന്, ഒരു സ്ഥലത്തേക്ക് നിയോഗിക്കുക, ഒരാളെ ഒരു അംബാസഡറായിട്ട് നിയമിക്കുക. അംബാസഡർ മിഷൻ ഉണ്ടല്ലോ, ഡിപ്ലോമാറ്റിക് മിഷൻ അറബിയിൽ ബിഅസ ഡിപ്ലോമാസിയ എന്ന് പറയും. അതായത് ഒരു അംബാസഡർ നിയമിക്കുന്ന സ്ഥലം. രണ്ടാമത്തെ ഒരു അർത്ഥം അത് ബഹസാണ്, ഹായാണ്. സെർച്ച് ചെയ്യുന്നതിന് ഹായാണ് കേട്ടോ, ഐനല്ല. ഇത് ഐനാണ് ബഅസ. ഈ ബഅസയുടെ അർത്ഥം ഉയർത്തെഴുന്നേൽപ്പിക്കുക, അതായത് മരിച്ചോടത്തുനിന്ന് വീണ്ടും ജീവിപ്പിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. യൗമ യബ്അസുഹുമുല്ലാഹ്, അള്ളാഹു ഒരർത്ഥത്തിൽ അതും ഒരു നിയോഗമാണല്ലോ, രണ്ടാമത്തെ ഒരു ജന്മമായിട്ട് നിയോഗിക്കണത് സംഭവം. അതായത് ഒരു അംബാസഡർ നിയോഗിക്കുന്നത് പോലെ തന്നെ ഒരു പുനർജന്മം കൊടുക്കുകയാണ്, രണ്ടാമത്തെ ഒരു ജന്മം കൊടുക്കുകയാണ്. അങ്ങനെ അവരെ മുഴുവൻ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം. ഫയഹ്ലിഫൂന ലഹു, അപ്പോൾ അവരെന്താ ചെയ്യുക? അന്ന് അവർ അള്ളാഹുവിനോട് സത്യം ചെയ്യും. ഹലഫ യഹ്ലിഫു എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക. വേറൊരു വാക്ക് പറയാമോ സത്യം ചെയ്യാന്നുള്ളതിന്? ആർക്കെങ്കിലും പറയാമോ? സത്യം ഹക്ക് സത്യമല്ല. ആ സത്യമാണ്, പക്ഷെ അത് ട്രൂത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് ഞാൻ പറയുന്നത് സ്യുവർ, അതായത് ഇപ്പം സത്യം ചെയ്യുക എന്ന അർത്ഥത്തില്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അഖ്സമ, വെരി ഗുഡ്, അഖ്സമ, ഹലഫ, അഖ്സമ, അതുപോലെ. അപ്പോ യഹ്ലിഫൂന ഫയഹ്ലിഫൂന ലഹു, അവർ അള്ളാഹുവിനോട് സത്യം ചെയ്ത് പറയും. കമാ യഹ്ലിഫൂന ലക്കും, അവരെങ്ങനെയാണോ നിങ്ങളോട് സത്യം ചെയ്ത് പറഞ്ഞിരുന്നത്. അതായത് ദുനിയാവിൽ വെച്ചിട്ട് ഞങ്ങൾ ഈ മതത്തിൽ തന്നെയാണ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, റസൂലിൽ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്തിരുന്നത് പോലെ അവിടെ വെച്ച് അവർ അള്ളാഹുവിനോട് സത്യം ചെയ്ത് നോക്കും. എന്താ സത്യം ചെയ്യുക അള്ളാഹിനോട്? റബ്ബേ, ഞങ്ങൾ വിശ്വാസികളായിരുന്നു, ഞങ്ങൾ നിസ്കരിച്ചിരുന്നു, ഞങ്ങൾ നോമ്പെടുത്തിരുന്നു, ഞങ്ങൾ ഉംറക്ക് പോയിട്ടുണ്ട്, ഞങ്ങൾ സദക്ക കൊടുത്തിട്ടുണ്ട്, ഞങ്ങള് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിരുന്നല്ലോ കപട വിശ്വാസികൾ. പക്ഷേ എന്താ സംഭവം? വയഹ്സബൂന, അവർ വിചാരിക്കും അന്നഹും അലാ ഷൈ, ഞങ്ങളൊരു വലിയ സംഭവമാണെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അതാണത്. അലാ ഷൈ എന്ന് പറഞ്ഞാൽ എന്താ? ഷൈ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി അല്ലെ, ഒരു സംഗതി, ഒരു കാര്യം. അലാ ഷൈ, ഞങ്ങൾ വലിയ സംഭവമാണെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ആ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുക? ഈ സത്യം ചെയ്യുക. പക്ഷെ അല്ലാഹു പറയാണ്, അലാ, അറിയുക, ഇന്നഹും, നിശ്ചയമായിട്ടും അവർ, ഹുമുൽ ഖാദിബൂൻ, അവർ തന്നെയാണ് നുണ പറയുന്നവര്.
കണ്ട, ഇന്നഹും ഹും 2 പ്രാവശ്യം പറഞ്ഞു. എന്തിനാണ് ആ 2 പ്രാവശ്യം പറഞ്ഞത്? എന്തിനാണ് ആ 2 പ്രാവശ്യം പറഞ്ഞത്? ഒരു എംഫസൈസിന് വേണ്ടിട്ട്, ഒരു ഉറപ്പിച്ച്, ഒരു ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞത്. അല ഇന്നഹും ഹുമുൽ കാദിബൂൻ, അറിയുക അവർ തന്നെയാണ് കള്ളം പറയുന്നവർ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ, അല്ലാഹു അവരെ മുഴുവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം. ഫയഹലിഫൂന ലഹു കമാ യഹലിഫൂന ലക്കും, അവർ അള്ളാഹുവിനോട് സത്യം ചെയ്ത് പറയും നിങ്ങളോട് ഏതുപോലെയാണോ സത്യം ചെയ്തിരുന്നത് അതുപോലെ അവർ സത്യം ചെയ്യും. വയഹ്സബൂന അന്നഹും അലാ ഷൈ, എന്തുകൊണ്ട് അവർ സത്യം ചെയ്ത് പറയാൻ കാരണം അവർ വിചാരിക്കുന്നത് ഞങ്ങളൊരു വലിയ സംഭവമാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അല, അറിയുക, ഇന്നഹും ഹുമുൽ കാദിബുൻ, അറിയുക തീർച്ചയായിട്ടും അവർ തന്നെയാണ് കള്ളം പറയുന്നവർ. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാൻ, ഖുർആനിൽ വളരെ അപൂർവമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വെർബാണ്, ഒരു ഫിഅലാണ് ഇസ്തഹ്വദ. ഇസ്തഹ്വദയുടെ അർത്ഥം ശരിക്കും ഹാദ എന്ന പദത്തിൽ നിന്നാണ്. നമ്മുടെ ഹാദ അല്ല, ഇതെന്നുള്ള അർത്ഥത്തിലുള്ള ഹാദ അല്ല, ഹാദയുടെ അർത്ഥം ഇപ്പൊ ഒരാള് ഹാദൽ ഇബൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരാള് ഒരൊട്ടകത്തെ നന്നായി നിയന്ത്രിച്ച് നിർത്തി. അതായത് കുറെ കാലമായിട്ട് ഒരാളുടെ ഉള്ള ഒട്ടകം. അത് നമുക്കൊരു എക്സാമ്പിൾ നമ്മുടെ ഒരു കാലത്തിൽ പറയണമെങ്കിൽ, എന്റെ അടുത്തൊരു വണ്ടി ഇടും വിചാരിച്ചോ, ഒരു 10 വർഷമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യണ വണ്ടിയാണ്. ആ വണ്ടി എനിക്ക് എങ്ങനെ ഓടിക്കാം അല്ലെ? എന്തുകൊണ്ടാ? ഞാനത് യൂസ്ഡ് ആണ്. അതിനെന്താ പ്രശ്നമെന്ന് എനിക്കറിയാം. എവിടെ തിരിച്ചാല് എങ്ങോട്ട് തിരിയൂന്ന് അറിയാം. അതിന്റെ ഒരു ഒച്ച ഉണ്ടെങ്കിൽ ആ ഒച്ച പോലും എനിക്കറിയാം, ഇല്ലേ? എന്ന് പറഞ്ഞാൽ ആ വണ്ടി എന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്, കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോൾ, മൈ കൺട്രോൾ. അതിനെയാണ് എന്ത് പറയാ? ഹാദ എന്ന് പറയാ. ഹാദൽ ഇബിൽ എന്നാണ് പണ്ട് അറബികൾ പറഞ്ഞത്. ഒരു ഒട്ടകം ഒരാളുടെ പൂർണ്ണ, അയാളും ജസ്റ്റ് ഒന്നൊരു ഒച്ച ഉണ്ടാക്കിയാൽ മതി, ആ ഒട്ടകം അയാളുടെ അടുത്തേക്ക് വരും. ചില വളർത്തുമൃഗങ്ങളെ കണ്ടിട്ടില്ലേ? ഈ ഒരു പൂച്ച നന്നായിട്ട് നമ്മളായിട്ട് ഇണങ്ങി എന്താ സംഭവിക്കുക? നമ്മളൊന്ന് വിളിച്ചാൽ മതി അല്ലെ, മോളൂന്ന് വിളിച്ചാല് പൂച്ച വരും അല്ലെ? എന്തെങ്കിലും കൊടുത്താൽ അത് തിന്നോളും. തിന്നണ്ടെന്ന് പറഞ്ഞാൽ തിന്നൂല. അങ്ങനെ കണ്ടിട്ടില്ലേ മൃഗങ്ങളെ? കണ്ടണ്ട? ഇണങ്ങിയത്, നന്നായി മെരിങ്ങിയത് എന്ന് പറയാം. ആ പദത്തിൽ നിന്നാണ് ഇസ്തഹ്വദ എന്ന് പറയുന്നത്. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാൻ. ഞാൻ ഇത്രയും പറഞ്ഞത്, ആ പദത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞത് അതിന്റെ അർത്ഥം അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാൻ, പിശാജ് അവരെ മെരുക്കിയെടുത്തിരിക്കുന്നു. പിശാജിന് ഇവർ നന്നായി മെരിങ്ങിയിരിക്കുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാല് പിശാജിന് ഒരു 20 പ്രാവശ്യമൊന്നും അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് വസുവാസം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ പിശാജ് ഒന്ന് കണ്ണുകൊണ്ട് കാണിച്ചാൽ മതി, അവരെന്തായി? അവരപ്പോ വഴങ്ങി. അങ്ങനെയാണ് ഈ കപടവിശ്വാസികളുടെ ഒരു സ്വഭാവം. അതായത് അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പ്രവാചകനിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ ആവർത്തിച്ച് ആണയിട്ട് പറയുമെങ്കിലും സംഭവം എന്താ? ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ, പിശാജ് അവരെ മെരുക്കിയെടുത്തിരിക്കുന്നു. ഇവരാകട്ടെ പിശാജിന് സമ്പൂർണമായി മെരുങ്ങിപ്പോയിരിക്കുന്നു, അവരെ കീഴടക്കിയിരിക്കുന്നു. ഫഅൻസാഹും ദിക്റല്ലാഹ്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ പിശാജ് അൻസാഹും, നസിയയുടെ അർത്ഥം എന്താ? നസിയ മറന്നു. അൻസ എന്ന് പറഞ്ഞാലോ മറപ്പിച്ചു. അതായത് അങ്ങനെയുണ്ട് അറബിയില്. ലാസിം മുത്തഅദ്ദി എന്നാണ് അത്തരം വെർബുകൾക്ക് പറയാം. ലാസിം എന്ന് പറഞ്ഞാല് ഇപ്പൊ നസിയ മറന്നു, അത് ലാസിമാണ്. അതിനെ മറപ്പിച്ചു എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ അത് മുത്തഅദ്ദിയായി. തഇമ എന്ന് പറഞ്ഞാല് നമ്മൾ ഭക്ഷിച്ചു. അത്അമ എന്ന് പറഞ്ഞാല് അല്ല, ഭക്ഷിപ്പിച്ചു. ജലസ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്നു. ഞാൻ ഒരാളെ ഇരുത്തണേന് എന്ത് പറയും? അജ്ലസ. ഓക്കെ, അതുപോലെയാണ് അൻസ ഇവിടെ കേട്ടോ. ഞാൻ മറന്നു എന്നല്ല, മറിച്ച് അൻസാഹും, അവരെ മറപ്പിച്ചു. ഫഅൻസാഹും ദിക്റല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ തന്നെ ഇവരെ പിശാച് എന്ത് ചെയ്തു? മറപ്പിച്ചു കളഞ്ഞു. അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ തന്നെ ഇവർക്ക് നേരമില്ല. നമ്മൾ ചില ആളുകളെ കുറിച്ച് അത്ഭുതപ്പെടാറില്ലേ, എങ്ങനെ അവനത് ചെയ്യാൻ തോന്നി? അതായത് അള്ളാഹുവിന്റെ നിയമത്തിന് വിരുദ്ധമായ ഒരു സംഗതി ഒരാൾ ചെയ്യുമ്പോൾ
പ്രകടമായിട്ട് ഒരു സത്യവിശ്വാസി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതി ഒരാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, എങ്ങനെ അയാൾക്കത് ചെയ്യാൻ തോന്നിയെന്ന്. അത് ഇങ്ങനെയാണ് സംഭവിക്കുക. പിശാചിന് നമ്മൾ പരിപൂർണമായും വഴങ്ങിക്കഴിഞ്ഞാൽ, പിശാച് നമ്മളെ പൂർണ്ണമായും ഇസ്തഹ്വദ എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മളെ മെരുക്കി അയാളുടെ ടോട്ടൽ കൺട്രോളിൽ, കംപ്ലീറ്റ് ഇൻഫ്ലുവൻസിൽ പിശാച് നമ്മളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് പിശാച് നമ്മളെ മറപ്പിച്ചു കളയും. പിന്നെ എന്തും ഹലാലായിട്ട് മാറും. എത്രയോ അയാൾ വെറുത്തിരുന്ന ഹറാമ് പോലും അയാൾക്ക് എന്തായി മാറും? ഹലാലായിട്ട് മാറും. അതാണ് ആ സംഭവമാണ് ഫഅൻസാഹും ദിക്റല്ലാഹ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ പൂർണ്ണമായിട്ടും അയാളുടെ മനസ്സിൽ നിന്ന് പിശാച് എടുത്തു കളയും. ഉലായിക ഹിസ്ബു ഷൈത്താൻ. അങ്ങനെയുള്ളവർ ആരാണ്? ഉലായിക, അത്തരം അങ്ങനെ പിശാചിന് അങ്ങനെ പൂർണ്ണമായി അടിപ്പെട്ടു പോയ ആളുകൾ. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവരുണ്ട്. ഒരു ഘട്ടത്തിൽ അങ്ങനെ പിശാചിന് വഴിപ്പെട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് മാറിപ്പോയി തിരിച്ചു വന്ന ആളുകളുണ്ട്. അതല്ലാതെ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഉലായിക, അവർ ഹിസ്ബു ഷൈത്താൻ. ഹിസ്ബ് എന്ന് പറഞ്ഞാൽ പാർട്ടി, സംഘം എന്ന് പറയും. മുസഹഫിൽ ഹിസ്ബില്ലേ ഉണ്ട് അല്ലെ, ഒരു സെക്ഷൻ, പാർട്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. അതായത് ഒരു കൂട്ടം എന്ന അർത്ഥത്തില്, ഒരു കൂട്ടം. ഇവിടെ പറയുന്നത് അവര് പിശാചിന്റെ കൂട്ടമാണ്, പിശാചിന്റെ സംഘമാണ്, പിശാചിന്റെ ഗ്യാങ്സ്റ്റേഴ്സ് ആണ് അവര്. അതാണ് പറയുന്നത്. ഉലായിക ഹിസ്ബു ഷൈത്താൻ. അലാ, അറിയുക, ഇന്ന ഹിസ്ബ ഷൈത്താൻ, പിശാചിന്റെ കൂട്ടുകാർ, പിശാചിന്റെ പാർട്ടിക്കാർ, ഹുമുൽ ഖാസിറൂൻ, അവരാണ് the biggest, the ultimate losers. പരിപൂർണമായും നഷ്ടകാരികൾ അവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർക്ക് എന്താ നഷ്ടം വന്നിട്ടുണ്ടാവുക? ഇഹലോകം നഷ്ടമായിട്ടുണ്ട് അല്ലെ? ഇഹലോകം നഷ്ടപ്പെടൂലേ? പരലോകം നഷ്ടപ്പെടും. കാരണം ഇഹലോകത്ത് അവർക്ക് പ്രകടമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. പള്ളിയിൽ വരണം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദക്ക ചോദിക്കുമ്പോൾ അത് കൊടുക്കണം, ഇതൊക്കെ കൊടുക്കണം. പക്ഷെ എന്നാ മുസ്ലിങ്ങളാണോ? അല്ല. അപ്പൊ ഒരുതരം ഇഹലോകത്തൊരു കാപട്യത്തിന്റെ ജീവിതമാണ്. ഈ രണ്ട് മുഖമുള്ള ഒരു ജീവിതം ജീവിച്ചു. പരലോകത്തെത്തുമ്പോഴോ പരിപൂർണമായ നഷ്ടത്തിലാണ്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. കാരണം എന്താ? വിശ്വസിച്ചു എന്ന് പറയുകയും പിന്നെ നമ്മൾ ഊടായ്പിന്റെ വഴിയിലൂടെ പോവുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് ഐഹിക ജീവിതം ഉണ്ടാവില്ല, പാരത്രിക ജീവിതം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ലോകത്ത് അങ്ങനത്തെ മറ്റ് നിഷേധികളെ പോലെ ആർത്തുല്ലസിച്ച് ജീവിക്കേണ്ട ആളുകൾ അവരിതിന്റെ പേരിൽ എന്ത് ചെയ്യും? ചിലതൊക്കെ സഹിക്കും, ചിലതൊക്കെ ഇങ്ങനെ അപ്പൊ ആ ചിലത് സഹിക്കുക എന്നുള്ളതല്ല വേണ്ടത്, മറിച്ച് പരിപൂർണമായിട്ടും അള്ളാഹുവിന് വഴിപ്പെടുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ അള്ളാഹ് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് ഒരു പൂർണ്ണ മനസ്സോടുകൂടി ഉൾക്കൊള്ളുക, സമ്പൂർണ്ണ മനസ്സോടുകൂടി വഴിപ്പെടുക. രണ്ട് തോണിയിലും കാല് വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മാ ജഅലല്ലാഹു ലിറജുലിൻ ഫീ ജൗഫൈനി ഫീ ഖൽബിഹി. അവന്റെ ഉള്ളിൽ രണ്ട് ഹൃദയം ഉണ്ടാവരുത്, ഇരട്ട മനസ്സുണ്ടാവരുത്. ഏതായാലും നമ്മൾ ഇത് സത്യമാണെന്ന് അംഗീകരിച്ചു. ഖുർആൻ സത്യമാണ്, അള്ളാഹു സത്യമാണ്, പ്രവാചകൻ സത്യമാണ്, പരലോകമുണ്ട്, സ്വർഗ നരകങ്ങളുണ്ട്. അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം നമ്മൾ. ഇപ്പൊ ഞാൻ ഇത് സംബന്ധമായിട്ട് നിങ്ങളോട് വായിക്കാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതി, ഞാനത് വേണമെങ്കിൽ ഇന്ന് ഗ്രൂപ്പിലിടാം. പ്രബോധനത്തിൽ വന്ന ഒരു ലേഖനം, ഈ GK എടത്തനാട്ടുകാർ, അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ച്, അമ്മ ഇസ്ലാം സ്വീകരിച്ചതിനെ കുറിച്ച് എഴുതിയ ഒരു ലേഖനമുണ്ട്. നമ്മൾ ഒന്നുമല്ല അവരുടെയൊക്കെ മുമ്പില്. വളരെ, അതായത് അത് കണ്ണ് നനഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. ഞാനിപ്പോ ഈ ക്ലാസ് കഴിയുമ്പോൾ അത് നമ്മുടെ ഗ്രൂപ്പിലിടാം. കാരണം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം സ്വർഗത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു സ്ത്രീ, നമ്മള് പാരമ്പര്യ മുസ്ലിങ്ങള് അത്രത്തോളം സ്വർഗത്തെക്കുറിച്ച് കേട്ടിട്ട് നമുക്കത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതായത് അത് നിങ്ങൾ വായിച്ചു നോക്കൂ കേട്ടോ, എന്നിട്ട് അതിന്റെ അഭിപ്രായം പറയൂ നിങ്ങൾ ഗ്രൂപ്പിൽ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ രണ്ടും മനസ്സുമായിട്ട് ജീവിക്കരുത്. പിശാചിന് വഴിപ്പെട്ട് പിശാച് പരിപൂർണമായും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന്
നമ്മളെ തടയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിപ്പോകരുത്. ഉലായിക്കഹുമുൽ ഇന്ന ഹിസ്ബ ഷൈത്താനി ഹുമുൽ ഖാസിറൂൻ, പിശാചിന്റെ പാർട്ടിക്കാര് വളരെ നഷ്ടകാരികൾ തന്നെയാണ്. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂല, തീർച്ചയായും അള്ളാഹുവിനെയും അവന്റെ ദൂതനോടും വിരോധം വെച്ച് പുലർത്തുന്ന, ഹാദ്ദ യുഹാദു എന്ന് പറഞ്ഞാല് വിരോധം വെച്ച് പുലർത്തുക, ശത്രുത വെച്ച് പുലർത്തുക. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തുന്നവർ ഉലായിക ഫിൽ അദല്ലീൻ, അവർ ഏറ്റവും അധികം നിന്ദ്യരാണ്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ശത്രുത വെച്ച് പുലർത്തുന്നവരൊക്കെ നിന്ദ്യരായിട്ട് കാണുന്നുണ്ടോ? കാണുന്നില്ലല്ലോ. അവരൊക്കെ ടോപ്പിലല്ലേ, അവരല്ലേ ഭരണാധികാരികൾ, അവരല്ലേ അല്ലെ അള്ളാന്റെ റസൂലിനെ നിന്ദിച്ചവർക്ക് ഇപ്പോ കോടതി തന്നെ ആയുധം കൈവശം വെക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കല്ലേ. അള്ളാഹു റസൂലിനെ നിന്ദിച്ചിട്ട് കുറച്ച് മുസ്ലിങ്ങളെ കൊന്ന ആളുകളാണല്ലോ ഇപ്പൊ നമ്മുടെ രാജ്യം പോലും ഭരിക്കുന്നത്. അവര് ആ പഴയ ചരിത്രം BBC അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ ഡോക്യുമെന്ററി വരെ നിരോധിച്ച് അതൊക്കെ കംപ്ലീറ്റ് ഒന്നും കണ്ടില്ല എന്ന് നടിച്ചിരിക്കണവരല്ലേ, മുഴുവൻ മാധ്യമങ്ങളൊക്കെ വിലക്കെടുത്ത്. അപ്പൊ അവരൊക്കെ ടോപ്പിലല്ലേ ഇരിക്കണ? എവിടെ അവര് നിന്ദ്യരാണോ അവര്? അപ്പൊ ഈ ഖുർആനിന്റെ വചനം തെറ്റല്ലേ? ശരിക്ക് തെറ്റല്ലേ? അതായത് ഇതിനെ കുറിച്ച് ഈ പറയുന്നത് ഇനി അടുത്ത ആയത്തും കൂടി ചേർത്ത് പറയാട്ടോ, എന്നിട്ടാണ് ഞാൻ അതിന്റെ മറുപടിയിലേക്ക് വരാം. കതബല്ലാഹു, അള്ളാഹു വിധിച്ചിരിക്കുന്നു, എഴുതിയിരിക്കുന്നു. ല അഗ്ലിബന്ന, അതും കൂടെ പറയുമ്പോഴാണ് അത് പൂർത്തിയാവുള്ളൂ. ല അഗ്ലിബന്ന, തീർച്ചയായിട്ടും നാം വിജയം വരിക്കും. അള്ളാഹു പറയണം കേട്ടാ, അള്ളാഹു വിധിച്ചിരിക്കുന്നു. ല അഗ്ലിബന്ന, ഞാൻ വിജയം കൊടുക്കും അല്ലെങ്കിൽ വിജയം വരിക്കും. അനവറുസുലി, ഞാനും എന്റെ ദൂതന്മാരും അവരെ അതിജയിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഖവിയുൻ അസീസ്. ഖവിയുൻ എന്താണ്? അള്ളാഹു ശക്തനാണ്, അസീസാണ്. അസീസ് എന്ന് പറഞ്ഞാല് പൂർണ്ണമായ അതോറിറ്റി ഉള്ള ആളെന്നർത്ഥം, ഒരു സമ്പൂർണ്ണ ആധിപത്യമുള്ള അജയ്യനാണ് അള്ളാഹു. അതാണ്. അപ്പോ അള്ളാഹുവും അവന്റെ റസൂല് ദൂതന്മാരും വിജയിക്കും. പക്ഷെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും എതിർത്തവർ, അവരോട് വിരോധം വെച്ച് പുലർത്തിയവർ, അവർ ഫിൽ അദല്ലീൻ, അവരെവിടെയാണെന്ന് പറഞ്ഞ നിന്ദ്യന്മാരുടെ കൂട്ടത്തിലായിരിക്കും. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്കിതിന്റെ ഡയറക്റ്റ് അർത്ഥം പറയുമ്പോൾ ഇപ്പോ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യൂല. പക്ഷെ അള്ളാഹു ഈ പറയുന്നതൊക്കെ നമ്മളുടെ ഒരു 10 വർഷം 20 വർഷം 30 വർഷ കാലയളവിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അള്ളാഹ് ഈ പറയുന്നതൊക്കെ ഈ ഭൂമിയിലെ ഒരു സ്ഥായിയായ നിയമത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ കൊല്ലപ്പെട്ട പ്രവാചകന്മാരുണ്ടല്ലേ, ഇല്ലേ? കൊല്ലപ്പെട്ട പ്രവാചകന്മാരുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് അതിന് രണ്ടർത്ഥം പറയാം. ഒന്ന്, അനവ റുസുലി എന്ന് പറഞ്ഞിടത്ത് റുസുലും പെട്ടിട്ടുള്ളൂ, അമ്പിയാക്കൾ പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. അമ്പിയാക്കളെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ, റുസുലുകൾ കൊല്ലപ്പെട്ടിട്ടില്ല. എന്താ വ്യത്യാസം? നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? ആർക്കെങ്കിലും അറിയോ? എല്ലാ നബിമാരും റസൂലല്ല. അതൊക്കെ അതൊരു സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഓരോരുത്തർ പറയട്ടെ. ഫാത്തിമ പറഞ്ഞു നോക്കിയേ. ഒരു പ്രത്യേക സമൂഹത്തിൽ ഒരു പ്രത്യേക ശരീഅത്തുമായി നിയോഗിക്കപ്പെട്ടവരാണ് റസൂല്. നബിയോ? അവരെ പിൻപറ്റി അവരെ സഹായിക്കുന്നവരാണ് നബിമാർ. മൂസാ നബി, ഹാറൂൻ നബി പോലെ. ഓക്കെ, അതൊരു നല്ല വിശദീകരണമാണ്. ഇനി ആർക്കാ? റിജാൽ പറയാൻ ശ്രമിച്ചോ? പറഞ്ഞോക്കിയേ. വഹി രണ്ടുപേർക്കും കിട്ടുന്നുണ്ട്, റസൂലിനും നബിക്കുണ്ട്. ഇതാണ് ഏറെക്കുറെ ഇപ്പൊ പറയപ്പെട്ടതാണ് ശരിക്കുള്ളത്. അതായത് ഒരു റസൂലിന് ഒരു കിതാബ് ഉണ്ടാവും, ഒരു ശരീഅത്ത് ഉണ്ടാവും, ഒരു വേദം. ആ വേദത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ പറഞ്ഞത് അല്ല അഗ്ലിബന്ന അനവ റുസുലി, ഞാനും എന്റെ ദൂതന്മാരും വിജയിക്കും എന്നത് ചില മുഫസ്സിറുകൾ പറയുന്നത് അങ്ങനത്തെ വേദം നൽകപ്പെട്ട ശരീഅത്ത് നൽകപ്പെട്ട ആളുകളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതല്ല ശരിക്ക്.
മൊത്തം പ്രവാചകന്മാരെ കുറിച്ചാണ്. റുസുൽ എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് എല്ലാവരും പെട്ടു. മനസ്സിലായോ? അമ്പിയാക്കളും പെട്ടു, റുസുലുകളും പെട്ടു, നബിയും റസൂലൊക്കെ പെട്ടു. പക്ഷെ അപ്പോ നമ്മൾ കാണുന്നു ചില നബിമാര് കൊല്ലപ്പെട്ടിരിക്കുന്നു. സക്കരിയ അലൈഹിസ്സലാം, അല്ലെ, യഹ്യ അലൈഹിസ്സലാം, ഇവരിൽ പലരും ഒക്കെ കൊല്ലപ്പെട്ട അങ്ങനത്തെ നബിമാരുണ്ട്. മാത്രമല്ല ബനി ഇസ്രായേലിനെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞിരിക്കുന്നത് യഖ്തുലൂനൽ അംബിയ, അവര് നബിമാരെ ധാരാളമായിട്ട് കൊന്നിട്ടുണ്ടെന്നാണ്. ബനി ഇസ്രായേലിൽ വന്ന ഏതാണ്ട് 100 പ്രവാചകന്മാരിൽ ധാരാളം പേരെ അവർ കൊന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ചരിത്രം തന്നെ പറയുന്നുണ്ട്, ഖുർആൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ അള്ളാഹ് പറയാണ്, അള്ളാഹിനെ റസൂലിനെയും എതിർക്കുന്നവര് നിന്ദ്യരാണ് എന്നൊരു വർത്താനം. രണ്ടാമത്തെ, ഞാനും എന്റെ പ്രവാചകന്മാരും വിജയിക്കുമെന്ന് വേറൊരു വർത്താനം. ഇതിനെ നമ്മൾ എങ്ങനെ കമ്പൈൻ ചെയ്യും? ഇത് ഒരു വൈരുദ്ധ്യമാണോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാലഘട്ടത്തിൽ, ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഇവര് വിജയിച്ചു നിൽക്കും. അതായത് മുസ്ലിങ്ങളൊക്കെ അടിച്ചമർത്തി, കുറെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു കാടൻ മതമാക്കി, ഹിജാബ് നിഷിദ്ധമാക്കി, പിന്നെ ബീഫിന്റെ പേരിൽ മുസ്ലിങ്ങളെ ആക്രമിച്ച് മുസ്ലിങ്ങളെ ജയിലിലിട്ട്, അല്ലെങ്കിൽ മ്യാൻമറിൽ നിന്ന് മുസ്ലിങ്ങളെ അട്ടിപ്പുറത്താക്കി, ഇങ്ങനെ കുറെ സംഗതികളൊക്കെ കാണുമ്പോൾ കുറച്ചൊരു കാലം നമുക്ക് തോന്നും ഇതൊക്കെ ഇങ്ങനെ കുഫറാണ് അതിജയിക്കുന്നതെന്ന് തോന്നും. പക്ഷെ അള്ളാഹു ഇവിടെ പറയുന്നത് അന്തിമമായിട്ട് അതിജയിക്കുക, ഞാനും എന്റെ പ്രവാചകന്മാർ കൊണ്ടുവന്ന തത്വശാസ്ത്രവും ആ ദീനിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസ ആദർശ സംഹിതകൾ അതിവിടെ ഈ ഭൂമിയിൽ അതിജയിക്കുക തന്നെ ചെയ്യും. അന്തിമമായിട്ട് വിജയിക്കുക അതാണ് എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെയാണ് പരലോകത്തെക്കുറിച്ച് പറയുന്നത്. അന്തിമമായിട്ട് ഈ ഭൂമിയിൽ തന്നെ ഇതാണ് അതിജയിക്കുക. പക്ഷെ പിന്നീട് ഒരു ലോകം വരാനുണ്ട്. അവിടെയാണ് ശാശ്വതമായ ജീവിതം. അവിടെയാണ് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ആരാണ് മാന്യന്മാര്, ആരാണ് നിന്ദ്യന്മാര് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ആ തീരുമാനിക്കപ്പെടുന്നിടത്ത് ഈ അള്ളാഹുവിനും റസൂലിനെ എതിർത്തവർ കൃത്യമായിട്ടും ആരായിരിക്കും? നിന്ദ്യന്മാരായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് അതിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട. ആ സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അല്ലാതെ അതിന്റെ മുഖവിലൊക്കെ എടുത്തിട്ട് എങ്ങനെയാണ് ഇപ്പൊ അവിടെ എങ്ങനെ ഇല്ലല്ലോ, ഇപ്പൊ അള്ളാഹിനെ റസൂലിനെ എതിർക്കുന്നവര് വിജയിച്ച് നിൽക്കുകയാണല്ലോ, മറ്റേ മുസ്ലിങ്ങളും ഇസ്ലാമൊക്കെ ജയിക്കണ ഒരു മാർഗം കാണാൻ തന്നെ ഇല്ലല്ലോ എന്നൊന്നും പറഞ്ഞ് നിരാശരാവുന്നതിൽ അർത്ഥമില്ല. മറിച്ച് നമ്മൾ വേണ്ട എന്താ, ഒരുപക്ഷെ നമ്മുടെ കാലത്ത് അതൊന്നും നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വേണ്ടത് ഈ ദീനിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ മനസ്സോടുകൂടി, ഉറച്ച മനസ്സോടുകൂടി പിൻപറ്റാനും അള്ളാഹുവിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പാലിക്കാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നമ്മൾ രക്ഷപ്പെടുത്തി. മനസ്സിലായോ? നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണല്ലോ. അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ബാധ്യസ്ഥത. അതേസമയം സാമൂഹികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികളുണ്ട്, അതും നമ്മൾ ചെയ്യാം. നമ്മുടെ കാലത്തൊരു പക്ഷെ ഈ ദീൻ വിജയിച്ചോളുന്നില്ല, നമ്മൾ തന്നെയും ജയിലിലോ പിന്നെ പൗരത്വം നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടോ തടവറയിൽ അടക്കപ്പെട്ടോ നാട് കടത്തപ്പെട്ടോ ഒക്കെ പരീക്ഷണങ്ങൾക്ക് വിധേയമായേക്കാം. പക്ഷെ അതൊന്നും അന്തിമമായിട്ട് വിജയത്തിന്റെ അടിസ്ഥാനമല്ല, അല്ലെങ്കിൽ അന്തിമമായിട്ടുള്ള പരാജയത്തിന്റെ ലക്ഷണങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ദീൻ അന്തിമമായിട്ട് ഇത് വിജയിക്കാനുള്ളതാണ് എന്ന് തന്നെയാണ് അതിന് മനസ്സിലാവണം. ഓക്കെ, ഇനി അവസാനത്തെ ആയത്ത് എന്താണ്? ലാ തജിദു ഖൗമൻ, താങ്കൾക്ക് കാണുക സാധ്യമല്ല. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനതയെ താങ്കൾക്ക് കാണുക സാധ്യമല്ല. യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂൽ, അവർ യുവാദ്ദൂന, വുദ് എന്ന് പറഞ്ഞാൽ എന്താ? വുദ്, ഇഷ്ടം, സ്നേഹം, അഫെക്ഷൻ. അവർ അഫെക്ഷനേറ്റ് ആവൂല, അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നവരാവൂല. മൻ ഹാദ്ദല്ലാഹ വറസൂലഹു, അള്ളാഹ് നേരത്തെ ഹാദ്ദ പറഞ്ഞു. എന്താ ഹാദ്ദയുടെ അർത്ഥം പറഞ്ഞ? അതിന്റെ ഓപ്പോസിറ്റ് ആണ് യുവാദ്. വാദ്ദ ഹാദ്ദ. ഹാദ്ദ എന്ന് പറഞ്ഞാൽ എതിർത്തു, ശത്രുത പ്രകടിപ്പിച്ചു. വാദ്ദ യുവാദു എന്ന് പറഞ്ഞാല് ഇഷ്ടപ്പെട്ടു, സ്നേഹം പ്രകടിപ്പിച്ചു. അപ്പൊ അള്ളാഹുവിനെയും റസൂലിനെയും നോടും ശത്രുത വെച്ച് പുലർത്തുന്നവരോട്, വിരോധം വെച്ച് പുലർത്തുന്നവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരായിട്ട്, സ്നേഹബന്ധം പുലർത്തുന്നവരായിട്ട് താങ്കൾക്ക് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനതയെ കാണുക സാധ്യമല്ല. വലൗകാനു, അവർ ആയിരുന്നാലും, ആര്? ഈ അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തുന്നവർ ആയിരുന്നാൽ പോലും, ആബാഅഹും, അവരുടെ പിതാക്കളോ, ഔ അബ്നാഅഹും, അല്ലെങ്കിൽ അവരുടെ സന്താനങ്ങളോ, ഔ ഇഖ്വാനഹും, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളോ, ഔ അഷീറത്തുഹും, അല്ലെങ്കിൽ അവരുടെ
അടുത്ത ബന്ധുക്കളോ. പറഞ്ഞു വന്നെന്താ? അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത വെച്ച് പുലർത്തുന്നവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരായി, സ്നേഹബന്ധം പുലർത്തുന്നവരായിട്ട് ഒരു കൂട്ടരെയും താങ്കൾക്ക് കാണുക സാധ്യമല്ല. ഒരു ജനത അള്ളാഹുവിലും അന്ത്യദിനത്തിലും അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ ചെയ്യില്ല. അങ്ങനെയുള്ള ആളുകൾ അലൗക്കാന ആബാഹും ഇഖ്വാനുഹും അശീറത്തുഹും, അവരുടെ മാതാപിതാക്കളോ സന്താനങ്ങളോ സഹോദരങ്ങളോ അടുത്ത ബന്ധുക്കളോ ആണെങ്കിൽ പോലും, ശരിക്കും നമ്മൾ ബദർ യുദ്ധത്തിൽ കണ്ടില്ലേ, ബദർ യുദ്ധത്തില് പല ആളുകളും സ്വന്തം പിതാവിനെ ആയുധവുമായി നേരിട്ട മക്കളുണ്ടായിരുന്നു, സ്വന്തം മക്കളെ ആയുധവുമായി നേരിട്ട പിതാക്കളുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മകൻ അബ്ദുറഹ്മാനെ നേരിട്ടു. ഉമർ ബിൻ ഖത്താബ് അദ്ദേഹത്തിന്റെ അമ്മാവൻ ആസിമിനെ നേരിട്ടു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പിന്നെ അങ്ങനെയുള്ള ആളുകൾ, ഉത്തുബത്ത് ഷൈബത്ത് എന്നൊക്കെ പറയുന്ന അവരുടെ അമ്മാവന്മാരും മാതുലന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകളെ നേരിട്ടു. ഇങ്ങനെ ഒരുപാട് സഹാബികൾ, ശരിക്കും മക്കക്കാര് മുഹാജിറുകളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. അപ്പോൾ അവർ അള്ളാഹുവിനെയും റസൂലിനെയും എതിർത്തപ്പോ ആ എതിർപ്പിനെ ദീനിന്റെ പേരിൽ അവരെന്ത് ചെയ്തു? ആ കുടുംബ ബന്ധങ്ങളെ വരെ മാനിക്കാതെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവരെ എതിർക്കേണ്ടി വന്നു. അവർക്ക് അത്രത്തോളം ശത്രുത വെച്ച് പുലർത്തേണ്ടി വന്നു. വാസ്തവത്തിൽ മാതാപിതാക്കളോട് നല്ല ബന്ധം കാണിക്കാൻ ആവശ്യപ്പെടുന്നതാണ് ഖുർആൻ, അല്ലെ? അള്ളാഹിനെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശക്തമായ ബന്ധം പുലർത്തേണ്ടത് ആരോടാ? മാതാപിതാക്കളോടാണ്. പക്ഷെ അതേ മാതാപിതാക്കള് നമ്മുടെ അള്ളാഹുവിനെയും റസൂലിനെയും എതിർക്കുന്ന ഒരു ചേരിയിലാണെങ്കിൽ ഒരു പക്ഷേ കൃത്യമായി യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ, അതാണ് കേട്ടോ ഈ ആയത്തിനെ നമ്മൾ ഇന്നത്തെ നിലവിലുള്ള ഒരു സാഹചര്യവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് അങ്ങനെ എതിർക്കാനും ശത്രുത പുലർത്താനുമായിട്ടുള്ള ഒരു നിലപാടായിട്ട് കാണരുത്. അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ, അള്ളാഹുവിനെയും റസൂലിനെയും പ്രകടമായി എതിർത്ത ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതേസമയം ഇന്നത്തെ കാലത്ത് ഒരു സ്നേഹബന്ധം വെച്ച് പുലർത്തുക അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല സഹവർത്തിത്തിൽ കഴിയുക എന്നൊന്നും ഇതിന് തടസ്സമല്ല. അവർ പ്രകടമായിട്ട് രംഗത്ത് വന്നാൽ ഒഴികെ, അതായത് നമ്മുടെ മുസ്ലിം സമൂഹത്തെ രക്തച്ചൊരിച്ചിലിന് മുതിർന്നാൽ ഒഴികെയാണ് നമ്മൾ ആ പറഞ്ഞ സംഗതി കേട്ടോ. രക്തച്ചൊരിച്ചിലിന് മുതിർന്നാൽ, മുസ്ലിങ്ങളെ എതിർക്കാനും അവർ ഉന്മൂലനാശം വരുത്താനും അവർ മുതിർന്നാൽ, അവരെ കുടുംബങ്ങളിൽ നിന്ന് പിന്നെ പുറത്താക്കാൻ വേണ്ടി മുതിർന്നാൽ, പിന്നെ അവരുമായിട്ട് ഈ പറഞ്ഞ ബന്ധങ്ങൾ വെച്ച് പുലർത്താൻ പറ്റില്ല. അതേസമയം വിവരക്കേടുകൊണ്ട് മുസ്ലിങ്ങളായിട്ടും മുസ്ലിങ്ങളെ എതിർക്കുന്ന ആ മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവരോട് നല്ല നിലക്ക് പെരുമാറുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലാന്ന് അള്ളാഹു തന്നെ പിന്നെ സൂറത്ത്, ഏതാണ് ആ സൂറത്തിന്റെ പേര്? സൂറത്തുൽ ഹശ്ർ. നമ്മളിപ്പോ സൂറത്തുൽ മുംതഹിനയിൽ അത് പറഞ്ഞു. നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സൂറത്താണത്. അതിലത് പറയുന്നുണ്ട്. അപ്പൊ ഇത് പ്രകടമായി അള്ളാഹുവിനെയും റസൂലിനെയും എതിർക്കുന്ന ആളുകൾ, അവര് നമ്മുടെ മാതാക്കളോ പിതാക്കളോ സന്താനങ്ങളോ സഹോദരങ്ങളോ കൂട്ടുകുടുംബാദികളാണെങ്കിൽ പോലും അവരുമായിട്ടുള്ള സ്നേഹബന്ധം പുലർത്താൻ പാടില്ല എന്ന് അള്ളാഹു ഇവിടെ ശക്തമായി കൽപ്പിക്കുന്നു. ഉലായിക്ക, അവർ കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അള്ളാഹു അവരുടെ ഹൃദയത്തിൽ സത്യവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു. വ അയ്യദഹും, അള്ളാഹു അവരെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ബിറൂഹിം മിൻഹു, അവന്റെ പക്കൽ നിന്നുള്ള ഒരു ചൈതന്യം. റൂഹ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അവന്റെ ഒരു ആത്മാവ്, അവന്റെ ഒരു ചൈതന്യം. ആ ചൈതന്യം കൊണ്ട് അവരെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. വയുദ്ഖിൽഹും, അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗപൂങ്കാവനങ്ങളിൽ ഈ സത്യവിശ്വാസികളെ അള്ളാഹു പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. ഖാലിദീന ഫീഹ, അവിടെ അവർ ശാശ്വതവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളൂ അൻഹു, അവർ അള്ളാഹുവിനെ കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഉലായിക ഹിസ്ബുല്ലാ, അവർ അള്ളാഹുവിന്റെ പാർട്ടിയാകുന്നു. ഹിസ്ബുല്ല, ഇന്ന് അങ്ങനെ ഒരു സംഘടന ഉണ്ട് അല്ലെ? ഇന്ന് ആ പേര് ഹൈജാക്ക് ചെയ്തൊരു സംഘടന ഉണ്ട്. ആ സംഘടനയെ കുറിച്ച് അല്ലാട്ടോ ഈ പറയുന്ന, മറിച്ച് നമ്മളൊക്കെ ഉൾപ്പെട്ട ഒരു സംഘത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവർ അള്ളാഹുവിന്റെ പാർട്ടിയാകുന്നു. അലാ, അറിയുക, ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ പാർട്ടിയാണ് ആര്? ഹുമുൽ മുഫ്ലിഹൂൻ, വിജയം പ്രാപിച്ചവർ അവരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൂറത്ത് അവസാനിച്ചു. അപ്പൊ ഇന്നെടുത്ത ഭാഗത്തുനിന്ന്, ഇതുവരെ എടുത്ത ഭാഗത്തുനിന്ന്
എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഞാനിപ്പോ അവസാനത്തെ ആയത്ത് ഒരു ഇത്തിരി ഓടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ബാക്കിയെല്ലാ ആയത്തും വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ 1 മണിക്കൂർ പൂർത്തിയാവും ഇൻഷാ അല്ലാഹ്. എനി ഡൗട്ട്സ്? ഇസ്തഹ്വദ എന്നുള്ള വെർബ് മനസ്സിലായില്ല? അത് കൃത്യമായിട്ട് വളരെ അപൂർവമായിട്ട് ഖുർആനിൽ ഉപയോഗിച്ച ഒരു വെർബാണ് കേട്ടോ അത്. ഒരു ഫിഅല് ഹാദൽ ഇബിൽ. ഓക്കെ, അങ്ങനെ സംശയങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഖുർആനിൽ നിന്ന് നമുക്കറിയാത്തത് അവൻ പഠിപ്പിച്ചു തരികയും അതിൽ നിന്ന് നമ്മൾ വിസ്മരിച്ചു പോയത് നമ്മെ ഓർമ്മിപ്പിക്കുകയും നമുക്ക് കൂടുതൽ ഈ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ അവൻ പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് ഖുർആൻ അനുകൂലമായ സാക്ഷികളായി വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖബറിൽ വെളിച്ചമായി ഖുർആൻ എത്തുമാറാകട്ടെ. നാളെ നമുക്ക് അനുകൂലമായ ശുപാർശ പറയുന്ന ശുപാർശകരുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു ആക്കി തീർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ വീഴ്ചകളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.